മാസ്റ്റേഴ്സ് അത്ലറ്റിക് ദേശീയ മീറ്റിൽ കേരളത്തിന് വേണ്ടി സ്വർണം നേടിയവരിൽ കട്ടപ്പന സ്വദേശിയും വെള്ളയാങ്കുടി കളപ്പുരയ്ക്കൽ സെബാസ്റ്റ്യൻ തോമസാണ് റിലേ മത്സരത്തിലൂടെ കേരളത്തിനായി സ്വർണ്ണ മെഡൽ കരസ്ഥമാക്കിയത്. പൂനെയിൽ വെച്ച് നടന്ന 44ാമത് മാസ്റ്റേഴ്സ് അത്ലറ്റിക് ദേശീയ മീറ്റിലാണ് ഹൈറേഞ്ചിന് അഭിമാനമായ സെബാസ്റ്റ്യൻ തോമസ് കേരളത്തിനായി സ്വർണ്ണ മെഡൽ നേടിയത്. റിലേ മത്സരത്തിലായിരുന്നു നേട്ടം. കോട്ടയം, തൃശൂർ, മലപ്പുറം സ്വദേശികളാണ് റിലേയിൽ സഹകളിക്കാരായി ഉണ്ടായിരുന്നത്. 73-കാരനായ തോമസ് ഏട്ടൻ വോളിബോളിലൂടെയാണ് കായിക രംഗത്ത് എത്തിയത്. കൃഷിക്കൊപ്പം വോളിബോളിനെയും പ്രണയിച്ചതോടെ പിൽക്കാലത്ത് അറിയപ്പെടുന്ന പ്ലെയറായി മാറുവാൻ ഇദ്ദേഹത്തിനായി. കായിക മേഖലയിൽ പ്രായമൊരു പ്രശ്നമല്ല എന്നതിന് ഉദാത്ത മാതൃകയാണ് തോമസ്. 44ാമത്തെ നാഷണൽ മാസ്റ്റേഴ്സ് അത്ലറ്റിക് മീറ്റിലാണ് ഈ പ്രാവശ്യം ഇവിടെ പൂനെയിൽ വെച്ച് നടന്ന മത്സരത്തിൽ റിലേയിൽ സ്വർണം പിടിച്ചത്. ഞാൻ മത്സരത്തിൽ പങ്കെടുക്കാൻ തുടങ്ങിയിട്ട് ഇവിടെ വന്ന പിന്നെ മത്സരത്തിൽ പങ്കെടുക്കുന്നത് ഒരു 20 വർഷമായി. അതിനുമുമ്പ് സ്റ്റേറ്റിൽ തൊട്ട് എല്ലാ സ്റ്റേറ്റ് പ്രൈസ് ഉണ്ട്. നാഷണൽ ഇത് ആദ്യം കിട്ടുകയാണ്. ഞങ്ങൾ സ്കൂളിൽ പഠിക്കുന്ന കാലം തന്നെ സ്പോർട്സ് മേഖല അത്ലറ്റിക്സ് ചെയ്യുമായിരുന്നു. അത് കഴിഞ്ഞ് ഞാൻ വോളിബോൾ കളിയായിരുന്നു. വോളിബോളിൽ ഇവിടെ ഇടുക്കി ജില്ലയിലെ മെയിൻ ഒരു കളിക്കാരനായിരുന്നു. അന്നത്തെ കാലത്ത് വടംവലി, സ്പോർട്സ് എല്ലാം ജയിപ്പിക്കുകയും ചെയ്യും. പിള്ളേർ പിന്നെ ഞാൻ 10-22 വർഷം മലപ്പാറ സ്കൂളിൽ പിള്ളേരെ സ്പോർട്സിൽ പഠിപ്പിക്കാനായിട്ട് പോകുമായിരുന്നു. അവിടെ താമസിക്കുമ്പോൾ അങ്ങനെ പ്രാക്ടീസ് ഉണ്ടായിരുന്നതുകൊണ്ട് ഇത് ഇങ്ങനെ അറിഞ്ഞു കഴിഞ്ഞപ്പോൾ ഇങ്ങനെ പോകാൻ തുടങ്ങി. 80കളുടെ അവസാന ഘട്ടത്തിൽ മഞ്ഞപ്പാറ ക്രിസ്തുരാജ സ്കൂളിൽ വിദ്യാർത്ഥികൾക്ക് സൗജന്യമായി കായിക പരിശീലനം നൽകുവാനും തോമസ് സമയം കണ്ടെത്തിയിട്ടുണ്ട്. പിന്നീട് മാസ്റ്റേഴ്സ് അത്ലറ്റിക് മീറ്റുകളിലേക്ക് നിരവധി സുഹൃത്തുക്കളെ എത്തിക്കുവാനും മത്സരിപ്പിക്കുവാനും ഇദ്ദേഹത്തിന് കഴിഞ്ഞു. കായിക പ്രതിഭകൾ ഏറെയുള്ള കട്ടപ്പനയിൽ ഗ്രൗണ്ടിന്റെ അഭാവം വലിയ രീതിയിൽ ബാധിക്കുന്നുണ്ടെന്ന് തോമസ് പറയുന്നു. സംസ്ഥാന തലത്തിൽ ലോങ് ജംപ്, ഹൈ ജംപ്, 200 മീറ്റർ ഓട്ടം എന്നിവയിൽ 1ാം സ്ഥാനം നേടിയാണ് ദേശീയ തലത്തിൽ മത്സരിച്ചത്. അന്നമ്മ സെബാസ്റ്റ്യനാണ് ഇദ്ദേഹത്തിന്റെ ഭാര്യ. ന്യൂസ് ബ്യൂറോ, കട്ടപ്പന.